കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു വന്നതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ഇന്ന് നമ്മുടെ മാത്തമാറ്റിക്സിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ തുടർച്ചയെന്നാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കുറെ കണക്കിന്റെ കഥകൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ അടുത്തൊരു ക്ലാസ്സിൽ ഇപ്പോൾ ഇത്രയും കാലത്തിൽ നമ്മളെല്ലാം ചെലവ് കുറഞ്ഞ അല്ലെങ്കിൽ ചെറിയ വീടുകളുടെ അതിന്റെ നിർമ്മാണവും അതിൽ വന്ന ഡിസൈനിങ്ങിന്റെ പാളിച്ചകളും അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഇനി അടുത്ത ഒരു ക്ലാസ്സിൽ അപ്പോൾ ഇത്രയും കാലം നമ്മുടെ ക്ലാസ്സുകളിൽ എല്ലാം പാവപ്പെട്ടവർ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താക്കുകയാണ്, ഒരു ചെലവ് കൂടിയ വീടിന്റെ ഘടനയും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചുരുക്കാൻ പറ്റിയ മാർഗവും, ചുരുക്കാനും ഭംഗി കൂടാനും അതുപോലെ അതിനെ ഒരു പ്രത്യേക ബിൽഡിങ്ങിന്റെ ഒരു ആ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് ഫാൾട്ടുകൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന മേഖലയാണ് ഈ നിർമ്മാണ മേഖല. കാരണം അത് ഒന്നുണ്ടാക്കുമ്പോൾ തന്നെ ഓരോ ഭാഗത്തും ഒന്നുണ്ടാക്കുമ്പോൾ തന്നെ അറിയുള്ളൂ അത് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന വിഷയങ്ങളുണ്ടെന്ന്. അപ്പൊ പാഴ്ചെലവ് ഒഴിവാക്കി നമ്മൾക്ക് ഒരു വലിയ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള ആ ഒരു രൂപത്തിന്റെ ക്ലാസ് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ നമ്മുടെ മാത്തമാറ്റിക്സ് ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ഭാഗം കോൺക്രീറ്റിനെ കുറിച്ചാണ്. ഈ കോൺക്രീറ്റില് നമ്മുടെ ക്ലാസ്സുകളിൽ പലപ്പോഴും വിശദീകരിക്കാൻ വിട്ടുപോയ ഒരു സംഭവമുണ്ട്. വെച്ചാല് നമ്മൾ സാധാരണ പറയാതെ 1:2:4 എന്നുള്ള കോൺക്രീറ്റ് നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷെ ഇതിന് സാധാരണ ഈ ഫ്ലാറ്റുകളൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത്, ഫ്ലാറ്റുകളുടെ ഒക്കെ ആ ബിസിനസിന്റെ സമയത്ത് അവര് പറയും പിന്നെ M20 ആണ് ഞങ്ങൾ ഉപയോഗിച്ച കോൺക്രീറ്റ്, അല്ലെങ്കിൽ കോൺട്രാക്ട് എടുക്കുന്നവർ നമ്മൾ M20 കോൺക്രീറ്റ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ M15 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ M10 ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ PCC ഞങ്ങൾ ഇന്ന രൂപത്തിലാണ് ചെയ്യണത്. അപ്പൊ അതിനൊക്കെ അവർ ടെക്നിക്കൽ ടേംസ് ആയ അത്തരം ഈ M ഉപയോഗിച്ചിട്ടാണ് അതിന്റെ ഇതിനെ പറയാറ്. അപ്പോ ഏതായാലും അപ്പൊ അതിന് സാധാരണ M10 കോൺക്രീറ്റ് എന്ന് പറഞ്ഞാല് 1:3:6 ആണ്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നില്ല, ഇവിടെ മെറ്റലിന്റെയും മണലിന്റെയും അനുപാത രൂപത്തിൽ മാറ്റം വരില്ല, മറിച്ച് സിമെന്റിന്റെ അളവ് കുറയുന്നുണ്ട്. M15 എന്ന് പറഞ്ഞാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കോൺക്രീറ്റ്. ഈ M15 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതില് വെയിറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റി അതിന് 28 ദിവസങ്ങൾക്ക് ശേഷം അതിന് വരുന്ന താങ്ങാനുള്ള ശക്തിയാണ് 150 kg/cm². അപ്പൊ ഇതേപോലെ തന്നെയാണ് ഇതിന്റെ ഈ ഹൈറ്റ് പറഞ്ഞത്. എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ M20, M50, M25, M10 സാധാരണ ഉപയോഗത്തിൽ വരുന്ന ഇതാണിങ്ങനെ. അതിന് വരുന്ന കോൺക്രീറ്റിന്റെ രൂപം. അപ്പൊ അതിന് 1:3:6 ആണ് എങ്കിൽ 70 kg/cm² അതിന്റെ വെയിറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റി 8 ദിവസം കൊണ്ടുണ്ടാവും. ഇപ്പോ നേരത്തെ ഞാൻ പറഞ്ഞ M10, M15, M20, M25 ആണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അടിച്ചത് M10, M20, M50 ആണ്. അങ്ങനെ ഒരു കോൺക്രീറ്റിന്റെ ഇതില്ല, മറിച്ച് M10, M15, M20, M25 ആണ്. അങ്ങനെയാണ്. അപ്പോ ഏതായാലും അതിന്റെ പ്രൊപ്പോർഷന് M10 എന്ന് പറയുന്നത് 1:3:6 ആണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന M15 ആണ് 1:2:4. ഈ 1:2:4 ആണെങ്കിൽ അതിലേക്ക് സാധാരണ ചേർക്കേണ്ട വെള്ളത്തിന്റെ അളവ് 32 ലിറ്റർ ആണ്. ചേർക്കേണ്ട വെള്ളത്തിന്റെ അളവ് 32 ലിറ്റർ ആണ്. അതുപോലെ സാധാരണ നമ്മൾ അതെന്തിനാ അങ്ങനെ പറഞ്ഞതിന് കാരണം ഇനി വരുന്ന കാലം വെള്ളത്തിൽ ഇല്ലാത്ത കാലമാണ്.
അതായത് ഇനി വരുന്ന വേനൽക്കാലത്ത് വെള്ളം വളരെ കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെ കുറവാകുമ്പോൾ അതൊരു ചാക്കില് എത്ര വെള്ളം വേണം നമുക്ക് സംഭരിച്ചു വെക്കാൻ കൂളായിട്ട് കഴിയും. ഇപ്പൊ എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്യണത്, ഇപ്പൊ ഈ 32 ലിറ്റർ വാങ്ങിച്ചാൽ വെള്ളത്തിൽ മാത്രമേ കഴിയൂട്ടോ, അതായത് കോൺക്രീറ്റിലേക്ക് ചേർക്കേണ്ട വെള്ളവും മാത്രമേ അതാവുന്നുള്ളൂ. മറിച്ച് അതിൽ പലകയാണെങ്കിൽ പലക, ഷീറ്റെങ്കിൽ ഷീറ്റ്, എന്താണെങ്കിലും അവിടെ തട്ട് നനയ്ക്കാനുണ്ടാവും. അതിന് വെള്ളം വേറെ സംഭരിക്കേണ്ടി വരും. അതേപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾ അവിടെയുള്ള ആളുകളുടെ ഉപയോഗത്തിന് വേണ്ടി വരുന്ന വെള്ളം വേറെ വേണം. അപ്പൊ ഏതായാലും ശരിക്കും 50 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു അധികം ബാക്കിയില്ലാതെ ആ വെള്ളം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പൊ ഏതായാലും അപ്പൊ അതിന്റെ പ്രൊപ്പോർഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ M15 എന്നാണ് പറയാ. അപ്പൊ ഈ M15 പോലെ തന്നെയാണ് M20. അതിന് 1:1.5:3 എന്നാണ്. അത് 1 ഒരു ഭാഗം സിമന്റ്, 1.5 മണല്, 3 സിമന്റ്, സോറി മിറ്റില്. അപ്പൊ ഇവിടെയൊക്കെ എന്തില്ല, മിറ്റിലിന്റെ അളവിന് കൊടുത്തില്ലേ, അതൊക്കെ നമ്മൾ കൈകാര്യമുള്ളൂ. ഒക്കെ പോയിക്കോട്ടെ ഒക്കെ കഴിഞ്ഞോളൂ. അതൊന്നും പ്രശ്നമായതല്ല. അതൊക്കെ പൈസ, അതൊന്നും കേസില്ല. ഞാൻ തന്നത് വാങ്ങാൻ പോവുക, വേറെ ഡയലോഗ് ഒന്നും അവിടെ ഇല്ല. ഞാൻ തന്നത് വാങ്ങാൻ പോവുക, ബാക്കി ഞാനും മോഹനും സംസാരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് നോക്കണ്ട, ആക്കെ സംസാരിച്ചോളൂ. അപ്പൊ ഏതായാലും ഇതേപോലെ ഈ ഇത്തരം കോൺക്രീറ്റ്, അതായത് 1:1.5:3 എന്നുള്ള കോൺക്രീറ്റ് നമ്മൾ ഇത് കട്ടായ ഇടയ്ക്ക് കട്ടായിട്ടുണ്ടോ? കട്ടായോ? ഇവിടെ ഒരു ഈ സൗണ്ട് കേൾക്കുന്നുണ്ട്. കട്ടായിട്ടില്ലല്ലോ? ഇല്ലല്ലോ. ഓക്കെ. ഇവിടെ ഒരു പി എന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ അവിടെ കട്ടായിട്ടാണോ? ഓക്കെ. അൽഹംദുലില്ലാ. അപ്പോ M20 എന്നുള്ള 1:1.5:3 എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോ ഈ M20 അത് ഉപയോഗിക്കുന്നത് സാധാരണ കൂടുതൽ സ്ട്രെങ്ത് വേണ്ട കോളംസ്, അതുപോലെ വാട്ടർ ടാങ്ക്, അതുപോലുള്ള സ്പെഷ്യൽ വർക്കുകൾക്ക് മാത്രമേ ഇത്തരം കോൺക്രീറ്റുകൾ ഉപയോഗിക്കുള്ളൂ. അതേപോലെ തന്നെയാണ് M25. ഇതൊക്കെ ഇതിന്റെ സ്ട്രെങ്ത് കൂട്ടുകയാണ്. അതായത് സിമെന്റിന്റെ അളവിനെ കൂട്ടുന്നതനുസരിച്ച് കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് കൂടും എന്നുള്ളതാണ്. ഏതായാലും അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു സ്വാഭാവികമായ രീതി പറഞ്ഞതെന്ന് വെച്ചാൽ, കാരണം വെച്ചാല് ഫ്ലാറ്റുകളൊക്കെ നിർമ്മാണ സമയത്ത് അവർ നിർമ്മിക്കുമ്പോൾ പറയും ഞങ്ങൾ M20 ആണ് അല്ലെ M15 ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന കോൺക്രീറ്റ്, അതുകൊണ്ട് ഇത്ര സ്ട്രോങ് ഉണ്ടാവും, സ്ട്രെങ്ത് ഉണ്ടാവും. സത്യത്തിൽ ഇതൊക്കെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉപയോഗിക്കൊണ്ടുള്ളൂ. അല്ലാതെ എന്ത് ചെയ്യണ്ട, സാധാ ഒരു നമ്മുടെ റെയിൻഫോഴ്സ് വർക്കിൽ സാധാ ഉപയോഗിക്കുന്ന സ്ലാബ് വർക്കുകൾക്ക് എന്തിന്റെ ആവശ്യമില്ല, ഈ ഇത്തരം കോൺക്രീറ്റിന്റെ ഒന്നും ആവശ്യമില്ല. അതിന് മറിച്ച് അത് M15 കോൺക്രീറ്റേ വേണ്ടു. 1:2:4 എന്നുള്ള അനുപാതത്തിലുള്ള കോൺക്രീറ്റ്. ആ കോൺക്രീറ്റ് അതില് 28 ദിവസം കഴിയുമ്പോൾ അതിന് വെയിറ്റ് എടുക്കാനുള്ള കപ്പാസിറ്റിയാണ് സെന്റിമീറ്റർ സ്ക്വയറിൽ 150 കിലോ. അതേപോലെ തന്നെയാണ് ഈ M50 വന്നാലും 50 വന്നാലും M20 വന്നാലും M25 വന്നാലും അതിന്റെ വെയിറ്റ് എടുക്കാനുള്ള കഴിവിനെയാണ് അത് അറിയിക്കുന്നത്. അല്ലാതെ മറിച്ച് മറ്റൊരു സംഭവമാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അപ്പോ അതേപോലെ ഇന്നത്തെ നമ്മുടെ ആ ഒരു മാത്തമാറ്റിക്കൽ സൈഡായ ആ ഭാഗത്തെ കഴിച്ച് ഇന്ന് നമ്മൾ പറയണത് ചെലവ് കുറഞ്ഞ ജനൽ നിർമ്മാണം എങ്ങനെയെന്നുള്ളത്. ചെലവ് കുറഞ്ഞ ജനലുണ്ടാക്കുന്നത് എങ്ങനെ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് സംശയം ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് ജനലിൽ മാത്രം എങ്ങനെ അല്ലെങ്കിൽ വാതില് എങ്ങനെ ചെലവ് കുറക്കാം, അല്ലെങ്കിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലുള്ള ആ ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം. മരം കൊണ്ട് ഉണ്ടാക്കാം, അതിന് ചെലവ് കുറക്കാം. പക്ഷെ മരം കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അതിന് വരുന്ന ചെലവ് എത്രയൊന്നും. അതേപോലെ സിമെന്റ്, സ്റ്റീല്, സ്റ്റീല്, സാധാ കമ്പി സ്റ്റീല്, അതുപോലെ ഫ്രെയിം വർക്ക്, ഇനി ഇതൊന്നുമില്ലാതെ തന്നെ ഗ്ലാസ്,
അങ്ങനെ ഒരുപാട് പല രീതികളിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, പല രീതിയിൽ പല ഭംഗിയുള്ള പല രൂപത്തിലുള്ള ഡോറുകൾ നമുക്ക് ഉണ്ടാക്കാം. മരം തന്നെ പല വിലയ്ക്ക് ലഭിക്കുന്ന മരങ്ങളുണ്ട്. വിലക്ക് ലഭിക്കുന്ന മരങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു, നമ്മൾ മരത്തിന്റെ വണ്ണം എങ്ങനെ എടുത്തിന് കുബീക്ക് കണക്കാക്കാമെന്നും ആ കണക്കാക്കുന്ന കുബീക്ക് എങ്ങനെയാണ് വരികയെന്നും അതിൽ തോലുള്ള മരം അളക്കണ എങ്ങനെയാണെന്നും തോലില്ലാത്ത അളക്കണ എങ്ങനെയാണെന്നും ഇനി അതല്ല വെള്ളയുള്ള മരം അളക്കണ എങ്ങനെ, വെള്ളമില്ലാത്ത മരം അളക്കണ എങ്ങനെ, അങ്ങനെയുള്ള പല ഒരുപാട് ആ മരത്തിന്റെ കുറെ ഗുണഗണങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു. ഇവിടെ കറണ്ട് പോയിട്ടുണ്ട്, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കട്ടാവും. അപ്പൊ ഞാൻ തൽക്കാലം ഉപകരണമൊക്കെ വെച്ചിരുന്നു, അപ്പൊ അതൊക്കെ പോകുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകണമെന്ന് തോന്നണോ? അപ്പോ ഏതായാലും പ്ലീസ് റിപ്പീറ്റ്. അതെ, ആ ക്ലാസ് പ്ലീസ് റിപ്പീറ്റ്. ആ ക്ലാസ് എനിക്ക് തോന്നുന്നത് ഇൻഷാ അല്ലാഹ് നമ്മുടെ അബൂറഫ അദ്ദേഹത്തിന്റെ യൂട്യൂബിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ക്ലാസ്സിന്റെ, അതായത് മരത്തിനെ കുറിച്ച് നമ്മൾ അന്ന് സംസാരിച്ച ഒരു അളക്കുന്ന രൂപം അതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക എന്നൊക്കെ എന്ന രീതിയിലുള്ള ആ ക്ലാസ്സിന്റെ റിപ്പീറ്റ് ആ ക്ലാസ്സിൽ ഉണ്ടാവാം സംശയം ഇൻഷാ അല്ലാഹ്. അങ്ങനെയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ആ വിഷയത്തെ കുറിച്ചുള്ള മുഴുവൻ നിങ്ങൾക്ക് അന്ന് നമ്മള് കാൽക്കുലേഷൻ മാത്രമുള്ളോ? അത് ശരി, ഓക്കെ. അതെ, 1 ഫീറ്റ് ഇൻറ്റു 1 ഫീറ്റ് ഇൻറ്റു 1 ഫീറ്റ്, അതാണ് ഒരു കുബീക്ക്. കുബീക്ക് എന്ന് പറയുന്ന സംഭവം കുബി അല്ല, മറിച്ച് കുബിക് ആണ്. CUBIC, കുബിക്ക്. F3 അല്ല, കുബിക്ക്. കുബിക്ക് എന്ന് പറഞ്ഞാല് A⁻³ വേണമെങ്കിൽ അങ്ങനെയും പറയാം. റൗണ്ട് മരത്തിന്റെ അതിന്റെ അളവ് കാണാനുള്ള ഫോർമുലയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എങ്ങനെയാണ് കാണുക, ഏത് രൂപത്തിലാണ് കാണുക എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ക്ലാസ്സിൽ നമ്മൾ പറയുകയും അത് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് ആ രൂപത്തിൽ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് അടിക്കാതെ മൈക്കെടുത്ത് സെൻഡ് ചെയ്യുമ്പോൾ അത് മാത്രം ഞാൻ പറഞ്ഞാൽ മതിയല്ലോ, അതിന് വിശദീകരിക്കേണ്ട ഒരു ആവശ്യം ഇല്ലാതെന്ന് തോന്നിയിരിക്കുന്നു. ഫോർമുല രൂപത്തിലാണ് ചെയ്യുന്നത്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ മൈക്കെടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് അതിനുള്ളൊരു അവസരം തരാം. അപ്പൊ ആ സമയത്ത് നമുക്ക് ആ ഒരു ചോദ്യത്തിന് മാത്രം ആൻസർ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ആ മരം കൊണ്ട് ഉണ്ടാക്കുന്ന കട്ടിലകള്, അപ്പൊ പല വിലയ്ക്കുള്ള നമ്മൾക്ക് മരങ്ങൾ ലഭിക്കും. അതില് റൗണ്ട് മരം, ഒരു കാതിലുള്ള മരങ്ങളൊക്കെ ചിലപ്പോൾ ഒരു 600-650 രൂപ മുതൽ മേലേക്ക്, അതൊരു 4 അടി വണ്ണത്തിന്റെ മര ഞാൻ വില പറഞ്ഞു. ഞാൻ മിനിമം ഒരു ആവറേജ് വില പറയണത് ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. അപ്പൊ അങ്ങനെ ഓഫീസിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഓഫീസിലുള്ള ആളുകൾക്ക് നമ്മുടെ അഡ്മിന്മാരുണ്ടാവും, അവർക്ക് PM ചെയ്താൽ അവർ മൈക്കെടുത്ത് ചോദിക്കും. അത് അങ്ങനെ ഒരു പറയുന്നതിന് കാരണം നമ്മുടെ SGBയുടെ ഒരു റൂൾ അങ്ങനെ ആയതുകൊണ്ടാണ്. മാത്രമല്ല നമ്മുടെ റേഡിയോ ശ്രോതാക്കൾക്കൊക്കെ എന്താണ് ചോദിച്ചതെന്ന് മനസ്സിലാക്കാനും, അവർക്ക് ഇതിപ്പോ നമ്മൾ ടെക്സ്റ്റ് അടിച്ചതും ഇവിടെ സ്ക്രീനിൽ അടിച്ചതൊന്നും അവർക്കറിയാൻ കഴിയില്ല. അപ്പൊ അവരെന്താവും, നമ്മൾ റേഡിയോ ശ്രോതാക്കള്, നമ്മൾക്ക് ഇപ്പൊ നേരത്തെ ഫോൺ ചെയ്ത ഒരാള് റേഡിയോ ശ്രോതാവാണ്. അപ്പൊ എന്നോട് പറഞ്ഞത് M20 ഒക്കെ പറയുമ്പോ സൂക്ഷിച്ച് പറഞ്ഞോ തെറ്റുന്ന്. അപ്പൊ അതാണ് സംഭവം. അപ്പൊ റേഡിയോ ശ്രോതാക്കളാണ്. അപ്പോ ഇത്തരത്തില് ഇത് കേൾക്കുന്ന ആളുകൾ ഒരുപാടാണ്, അതുകൊണ്ടാണ്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് സംവിധാനം ഇൻഷാ അല്ലാഹ് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ള ഞാൻ ഓർക്കുന്നു. ഏതായാലും അപ്പോ ഈ മരത്തിന്റെ കാതിലുള്ള മരത്തിന്റെ വില ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 4 അടി വണ്ണമെങ്കിലും ഉള്ള മരത്തിന്റെ റേറ്റ് ആണ് നമ്മൾ ഈ പറഞ്ഞ് ആരംഭിക്കുന്നത്. അപ്പൊ അത്തരത്തില് വില കുറഞ്ഞ മരങ്ങൾ നമ്മൾക്ക് സെലക്ട് ചെയ്യാം, നല്ല കാതിലുള്ളത്, ഉറപ്പുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി മരം ആകുമ്പോ മരത്തിന് പിന്നെ കമ്പി വേണം, അത് ബെൻഡടിപ്പിക്കണം, അതിന് തുളക്കണം. അപ്പൊ കമ്പി ഇടുമ്പോൾ നമ്മൾ 12mm കമ്പി തന്നെ വാങ്ങിച്ചിടും. അപ്പൊ ഈ 12mm കമ്പി വാങ്ങിച്ചിടുമ്പോ സാധാരണ ശരിക്ക് നമുക്ക് ഒരു 10mm കമ്പി വേണ്ടു. അതിന് പകരം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് എന്താണ്, 12mm കമ്പിയാണ്. ഈ 12mm കമ്പി ഇട്ട് കഴിഞ്ഞാല് അതിന് കമ്പിക്ക് വെയിറ്റ് കൂടി, മറ്റു വിഷയങ്ങൾ കൂടി. അപ്പൊ അത് തുള ഇത് മാറ്റം വന്നു, പട്ട വലിപ്പം ഉള്ളത് വേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഈ കമ്പിയുടെ വണ്ണം കൂടുന്നതനുസരിച്ച്
അതിന്റെ വിലയും വെയിറ്റും ഒക്കെ കൂടി. അപ്പൊ മാത്രമല്ല, അപ്പൊ അങ്ങനെ വരുമ്പോൾ മരത്തിന് വണ്ണം കൂട്ടിയിരണം, അങ്ങനെയൊക്കെ ഉണ്ട്. ആ സ്ഥാനത്ത് സിമെന്റിന്റെ ജനലാണെങ്കിൽ ഇതിന്റെ ഏകദേശം നേർ പകുതി വിലയെ വരുള്ളൂ. സിമെന്റിന്റെ ജനലാണെങ്കിൽ ഈ സിമെന്റ് ജനല് തന്നെ അതിൽ സാധാരണ നമ്മൾ സ്പെഷ്യലായിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് 12 കമ്പി ഇട്ടിരുള്ളൂ. അതാണ് പാവപ്പെട്ടവർ ചെയ്യുന്ന സംഭവമാണ്. പാവപ്പെട്ടവർ എന്താക്കും, ഏതെങ്കിലും ഒരു വാതില് ഉണ്ടാക്കാൻ വിചാരിക്കണവൻ അവൻ എന്താക്കും, അല്ലെങ്കിൽ ജനല് ഉണ്ടാക്കാൻ ഏതെങ്കിലും ഒരു ഡോർ കമ്പിന്റെ ഒക്കെ ഉണ്ടാക്കാൻ പോകണവൻ അവൻ 12 കമ്പി വാങ്ങും. പക്ഷെ ആ സ്ഥാനത്ത് സിമെന്റിന്റെ ജനല് സ്പെഷ്യൽ പറഞ്ഞെങ്കിൽ ഈ 12 കമ്പി ഇടുള്ളൂ ആളുകൾ. കാരണം അവന്റെ ഒരു മാർക്കറ്റ് റേറ്റ് ഉണ്ട്. ആ മാർക്കറ്റ് റേറ്റ് നിന്ന് കുറയാനാണ് എന്ത് ചെയ്യണത്, എപ്പോഴും കമ്പിന്റെ വണ്ണം കുറച്ചിട്ടാണ് അവര് ആ റേറ്റ് പറയാ. 10 കമ്പിയിട്ട് അതിന് വേണ്ടുന്ന 3/4 ഇഞ്ച് പട്ടയിട്ട് അത് ഒന്നിച്ച് തുളച്ച് ആ സാധനം ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുക. അപ്പൊ ഇതേപോലെ അപ്പൊ അതിന് പകരമാണ് ഈ പറഞ്ഞ ജനൽ, സിമെന്റിന്റെ ജനല്. ഈ സിമെന്റിന്റെ ജനല് നിങ്ങൾക്ക് ഒരു പ്രത്യേക എക്സ്റ്റേണൽ ലുക്ക് ഉണ്ടാക്കാൻ സഹായിക്കും. എന്ത് ചെയ്യുക, അത് ഒറ്റക്കള്ളി ജനല് വാങ്ങാം. ഒറ്റക്കള്ള ജനല് വാങ്ങിയിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഗ്യാപ്പ് വെച്ചിട്ട് പടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക എക്സ്റ്റേണൽ ലുക്ക് ഉണ്ടാവും. എന്നിട്ട് അതിന് മരം ലോങ് ലൈഫ് അല്ലേ എന്ന് ചോദിച്ചാല്, മരം ഫുള്ള് കാതലാണെങ്കിൽ ലോങ് ലൈഫ് ആണ്. ഫുള്ള് കാതലാണെങ്കിൽ അതെല്ലാ മരവും ലോങ് ലൈഫ് അല്ല. പിന്നെ ഒരു ബിൽഡിങ്ങിന് നമ്മൾക്ക് ഇത്ര കാലം എന്നുള്ള കാലാവധി ഇല്ലേ, ആ കാലാവധി പുറത്തേക്കൊന്നും മരവും നിൽക്കില്ല. കാരണം സിമെന്റ് ഉപയോഗിച്ച് നമ്മൾ കോൺക്രീറ്റ് ഉണ്ടാക്കുകയും അതിന്റെ ചുമരുകൾ പണിയെടുക്കുകയും അത് തേക്കുകയും ചെയ്തു കഴിഞ്ഞിട്ട് ലോങ് ലൈഫായ ഒരു മരം വെച്ചത് കൊണ്ട് എന്തില്ല, പ്രത്യേകിച്ച് അതിൽ ആദായമൊന്നും ഇല്ല. മറിച്ച് അപ്പോൾ നമ്മൾ അവിടെ നമ്മൾക്ക് കഴിയുന്ന ചെലവുകൾ കുറച്ചാൽ അവിടെയാണ് വിജയം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതായാലും ഒരു കല്ല് ജനല് വെച്ചിട്ട് ആ ജനലിന്റെ സൈഡിൽ കൂടെ ഒരു കല്ല് കുത്തര വെച്ച് കെട്ടുക. കുത്തര വെച്ച് കെട്ടിയിട്ട് അതിന്റെ മുകളിൽ ഈ സൺഷെയ്ഡ് ഇടാം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ സൺഷെയ്ഡും ഇതിന്റെ മുകളിൽ വരുന്ന ജിൻഡിലും കൂടെ ഒറ്റടിക്ക് വാർക്കാം. അതായത് പീസ് ജനല് വെച്ചിട്ട്, ഒറ്റ കല്ല് ജനല് വെച്ചിട്ട് ആ ജനലിന്റെ മുകളിൽ ഇതേപോലെ ഒരു കല്ല് വെച്ചാൽ അതിന്റെ മുകളിൽ സൺഷെയ്ഡ് കൊടുത്താൽ കറക്റ്റായിട്ട് പുറത്ത് നോക്കുന്നത് കറക്റ്റ് സൺഷെയ്ഡ് ഒക്കെ ഉണ്ടാവും, എല്ലാ സാധനം ഉണ്ടാവും. ബിൽഡിങ്ങിന് സ്ട്രെങ്ത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. വലിയൊരു പൈസ അതിനകത്ത് ലാഭിക്കാം. സൺഷെയ്ഡായി സാധനമായി സംഭവം. ജനല് നല്ല പ്രത്യേക എക്സ്റ്റേണൽ ലുക്കായിരിക്കും. 2 or 3 ജനല് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചാൽ നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ മൊത്തം അതിന്റെ പുറത്തോട് പുറം 2.10 ഉണ്ടാവുള്ളൂ. അത് വില കൂടിയ മരം ഉപയോഗിക്കുമ്പോൾ കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ. അത് എന്താ പറയാ, അതെല്ലാം അങ്ങനെ തന്നെയാണ്. ഒരു വിഷയത്തിലല്ല, പല വിഷയങ്ങളിലും എന്ത് സാധനം വില കൂടി എന്തുകൊണ്ട് നമുക്ക് ദീർഘായുസ് കിട്ടുമല്ല, ദീർഘം കിട്ടുമെന്നുള്ള സംഭവങ്ങളൊന്നുമില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാല് ഇന്ന് കാലത്തെ ഒരു മോഡലല്ല നമ്മൾ ഇനി വേറൊരു കാലം വരുമ്പോൾ ഉണ്ടാകുക. പണ്ട് കാലത്തെ വീടിന്റെ വലിയ വലിയ മനകളുടെ ഡോറൊക്കെ തല്ലിപ്പൊളിച്ച് നല്ല തേക്കുന്ന മരങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ പൊളിച്ച് പീസ് ചെയ്തിട്ട് ആ സാധനം റീസൈസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ പുനരുപയോഗം വരുമ്പോ യഥാർത്ഥത്തിൽ അന്ന് വാങ്ങി ഇന്ന് ഉപയോഗിക്കുന്നതും ഇന്ന് പുനരുപയോഗിച്ചെടുക്കും വരുമ്പോൾ വലിയ വിലയിലെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ നല്ല മരം എന്റെ വീട്ടിലുണ്ടല്ലോ, അത് നമുക്ക് നാളെ വെട്ടിപ്പൊളിച്ച് വേറെ എവിടെ വെക്കുമ്പോൾ ലാഭമാണല്ലോ എന്നുള്ള ചിന്തകളൊക്കെ വെറും അസ്ഥാനത്ത് തന്നെയാണ്. കാരണം കാലം മാറുമ്പോൾ, എല്ലാ വിഷയത്തിലും കോലം മാറുമ്പോൾ ഇതൊക്കെ നമ്മൾ എന്താക്കേണ്ടി വരും. വീട് വേറെ മാറ്റി ഉണ്ടാക്കുമ്പോൾ ആ അന്നത്തെ രൂപത്തിനോട് നമ്മൾ യോജിച്ച് തന്നെ പോവേണ്ടി വരും. അപ്പൊ ഏതായാലും അതേപോലെ നമുക്ക് ഞാൻ പറഞ്ഞു സിമെന്റിന്റെ ഉപയോഗപ്പെടുത്താം. ഇതേപോലെ നമുക്ക് അവിടെ ഗ്രിൽസ് മാത്രം ഇട്ട് ഉപയോഗപ്പെടുത്താം. ഒരു സാധാ നല്ല രസമുള്ള നല്ല രൂപത്തിലുള്ള നല്ല മോഡലുള്ള ഒരു ഗ്രിൽസ്. നല്ല മോഡലുള്ള ഗ്രിൽസ് പറഞ്ഞാൽ കുറെ കമ്പി ഉപയോഗിച്ചുള്ള ഗ്രിൽസ് അല്ല, മറിച്ച് അതിന്റെ ഉപയോഗിക്കുന്ന രൂപം, കമ്പിയുടെ രൂപം, ഉപയോഗിക്കുന്ന രീതി, ആ രീതിയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഉണ്ടാക്കുന്ന രൂപത്തിന്റെ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഗ്രിൽസ് ഇട്ടാല് പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കുണ്ടാവില്ല ഇത് ഗ്രിൽസാവൊന്നും മനസ്സിലാവില്ല. അങ്ങനെ മനസ്സിലാകാതെ വരികയും അപ്പോൾ നല്ല കാണാൻ നല്ല ചൊറുക്കുണ്ടാവും. അതിന് നല്ല ഇരുമ്പിന്റെ സ്റ്റീല് കൊണ്ട് സ്ട്രക്ചർ ഉണ്ടാക്കിയതിന് ഡോറും കൊടുത്താല് സംഭവം നല്ല ഭംഗിയായി.
അതേപോലെ വേറെ രീതിയിൽ ഡോർ വെക്കുന്ന സിസ്റ്റമാണ്, ജനലിൽ ഡോർ വെക്കുന്ന സിസ്റ്റമാണ് നമ്മൾ അലൂമിനിയം ഫാബ്രിക്കേഷൻ കൊണ്ട് ഡോർ വെക്കുക. ഈ അലൂമിനിയം ഫാബ്രിക്കേഷൻ കൊണ്ട് ഡോർ വെക്കുമ്പോൾ സാധാരണ മരം കൊണ്ട് ഡോർ വെക്കുന്നതിനെ അപേക്ഷിച്ച് അപ്പോൾ തന്നെ ഇനീഷ്യൽ കോസ്റ്റ് തന്നെ കുറവാണ്. രണ്ടാമത് അതിന് പെയിന്റിങ് വേണ്ട. ഈ പെയിന്റിങ് വേണ്ട എന്ന് പറയുമ്പോൾ പെയിന്റിങ് സത്യത്തിൽ നല്ലൊരു എമൗണ്ട് അതിന് ലേബർ ചാർജ് വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഈ നല്ല വലിയ വിലയുള്ള മരങ്ങളൊക്കെ വെച്ചിട്ട് അത് പോളിഷ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ പോളിഷ് ചെയ്യുമ്പോൾ പെയിന്റിങ്ങിന്റെ 3-4 ഇരട്ടിയോളം തന്നെ ശരിക്കും ചിലവ് എന്നതിൽ യഥാർത്ഥത്തിൽ പോളിഷ് ചെയ്യുന്ന ആ പണിക്ക് ലേബറായിട്ടും മെറ്റീരിയൽസ് ആയിട്ടും വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലൊക്കെ നമുക്ക് ചെലവിനെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ തരത്തിലുള്ള ജനലിലെ ഈ ഫ്രെയിം മാറ്റാം. അതേപോലെ സ്റ്റീൽ ഫ്രെയിംസ് ആണ് പിന്നെ എന്ത് വേണ്ട, സ്റ്റീൽ ഫ്രെയിംസ് ആണെങ്കിൽ എന്ത് വേണ്ട, അതിന് പെയിന്റിങ് തന്നെ വേണ്ട. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ അതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാദ്യം അതിന് നമ്മൾക്ക് ആവശ്യമായ അവിടെ ഒഴിവിട്ട് ഡിൻഡിൽ വാർത്ത് പോവുകയാണ് വേണ്ടത്. അങ്ങനെ ഡിൻഡിൽ വാർത്ത് പോയി കഴിഞ്ഞാൽ ആ ഒഴിവിലേക്ക് അതിന് പാകമായ സാധനം ഉണ്ടാക്കി സെറ്റ് ചെയ്യാണ് ചെയ്യാം. അല്ലാതെ നേരത്തെ എന്ത് ചെയ്യാൻ പാടില്ല, നേരത്തെ സ്റ്റീലിന്റെ ജനല് വാങ്ങിച്ചിട്ട് കൊണ്ട് ഫിറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലൊക്കെ ഒരുപാട് സിമെന്റുകളൊക്കെ പിടിക്കും. അങ്ങനെ പിടിച്ചാൽ അത് പിന്നെ ചിരണ്ടി പോകല് വലിയൊരു പണി തന്നെയാണ്. ഇപ്പോൾ അതുപോലെ വീട് നിർമ്മിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ജനല് നമ്മൾ ആദ്യം വെക്കും. ജനല് കട്ടിലൊക്കെ എന്താവും, ഉറപ്പ് കൂടാൻ എന്നുള്ള ആ ഒരു നാട്ടിലുള്ള സംസാരത്തിന്റെ പേരിൽ ജനല് കട്ടിലൊക്കെ ആദ്യമേ വെക്കും. അതായത് പടുത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ജനലും കട്ടിലും വെക്കും. അതുകൊണ്ട് ഈ പാവപ്പെട്ട കട്ടിലും ജനലയും ഇങ്ങനെ മഴയും വെയിലും കൊണ്ട് ഇങ്ങനെ കിടക്കും. അത് മാത്രമല്ല കോൺക്രീറ്റ് ഡിൻഡിൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ആ കോൺക്രീറ്റ്, മേസ്ലാബ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ആ കോൺക്രീറ്റ്, പിന്നെ പടുക്കുന്ന സമയത്ത് കോൺക്രീറ്റ് കുത്ത് ചവിട്ട് വെട്ടൊക്കെ പോലെ കൊള്ളും ചെയ്യും. അങ്ങനെ ഇതൊക്കെ കൊണ്ടിട്ട് ഈ പാവപ്പെട്ട മരവും കമ്പിയും ഒക്കെ എന്താവും, ഈ സിമെന്റും മണലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇടങ്ങേറായി നിന്ന് ഇത് കഴിഞ്ഞ് പിന്നെ തേപ്പും കഴിഞ്ഞ് പെയിന്റിങ്ങിന് വരുന്ന സമയത്താണ് ആ സംഭവം കുത്തി ഇളക്കാൻ പോവുക. ഇത് കുത്തി ഇളക്കാൻ പോയിരുന്ന സമയത്ത് എന്താവും, അത് കുറെ ഭാഗം തുരുമ്പ് റസ്റ്റ് അടിച്ചിട്ടുണ്ടാവും. അതേപോലെ ഇത് കുത്തിയാ കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെ വലിയ വലിയ ഉളിയും സാധനങ്ങളൊക്കെ ഉണ്ട്. അതിന് പറ്റിയ പണിക്കാരുടെ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ച് ഒരു ജനല് നന്നാക്കി വരുമ്പോ ശരിക്ക് ഒരു 2 കള്ളിയുള്ള ജനല് അല്ലെങ്കിൽ 3 കള്ളിയുള്ള ജനലൊക്കെ ശരിക്കും നന്നാക്കുകയാണെങ്കിൽ ഒരു 1.5 ആളെ പണി വരും. ഇന്നത്തെ കണക്കനുസരിച്ച് കൂലികൾ കൂട്ടിക്കോളെ നന്നാക്കാൻ വേണ്ടി മാത്രം. അപ്പൊ ഇങ്ങനെ ഈ തരത്തിലുള്ള അതായത് നമ്മൾ ആദ്യം വെക്കുന്ന പരിപാടി പദ്ധതി ഉപേക്ഷിക്കുക. അതേപോലെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് സിമെന്റ് ഒന്നും തട്ടാതെ, ഇനി അഥവാ അങ്ങനെ വെച്ചു പോയെങ്കിൽ എന്ത് ചെയ്യാം, അത് പണി കഴിയുമ്പോൾ ലിൻഡിൽ വാർത്ത് കഴിയുമ്പോൾ നല്ല വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ എല്ലാ ജനലിന്റെ മുകളിൽ കൂടി ആകെ അരമണിക്കൂർ മെനക്കെട്ടാല് മൊത്തം ജനലും വൃത്തിയാക്കാം, സിമെന്റൊക്കെ മൊത്തം പോക്കാം. ഇത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിതൊന്നും നോക്കാതെ പെട്ടെന്ന് പാഞ്ഞെടുത്തങ്ങ് പോകും. പോയി കഴിയുമ്പോൾ എന്താവും, ഇതൊക്കെ ഇതേപോലെ അവളെ റെസ്റ്റ് പിടിച്ച് കിടക്കും. ഈ സാധനം കൊണ്ട് നമ്മൾ ഇടങ്ങേറാവുകയും ചെയ്യും. അതേപോലെ ചെലവ് കുറയ്ക്കുന്ന വേറൊരു കുറഞ്ഞ മാർഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രെയിം ഇട്ടിട്ട് ഫ്രെയിമിന്റെ മുകളിൽ സ്റ്റീലിൽ വെക്കാന്ന് പറയും. ഈ സ്റ്റീലിന് പകരം വീണ്ടും അലൂമിനിയം ഫ്രെയിമാണ് ഇടുന്നതെങ്കിൽ എന്ത് ചെയ്യാം, ഇതേപോലെ വീണ്ടും ചെലവ് കുറയും, പെയിന്റിങ് വേണ്ട. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ തരം ചെയ്തുകൊണ്ടുണ്ട്. പ്രത്യേകിച്ച് ഈ നമ്മുടെ സിമെന്റിന്റെ ജനലൊക്കെ വെക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഉത്തമമായ സംഭവമാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ അലൂമിനിയം ഫാബ്രിക്കേഷന്റെ ഫ്രെയിം. വളരെ ഉത്തമമാണ്. അലൂമിനിയം ഫാബ്രിക്കേഷന്റെ ഫ്രെയിം വെച്ചിട്ട് നമ്മൾ ഇതുണ്ടാക്കുകയാണെങ്കിൽ വളരെ ഉത്തമമാണ്. പിന്നെ അതേപോലെ നമ്മൾക്ക് ഉപയോഗപ്പെടുത്താം ഈ ഉപയോഗിച്ച മരങ്ങൾ. അതായത് നേരത്തെ ഉപയോഗിച്ച ഏതെങ്കിലും വലിയ വലിയ വീടുകൾക്കൊക്കെ ഉപയോഗിച്ച് വീണ്ടും കാലങ്ങൾക്ക് ശേഷം പൊളിച്ചു മാറ്റുന്ന മരങ്ങളെ എടുത്തിട്ട് അതിന്റെ റീസൈസ് ചെയ്തിട്ട് ഉപയോഗപ്പെടുത്താം. അത് അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അതൊരു അത്യാവശ്യം ഒരുപാട് ഏരിയ ഉള്ള ഒരു വീട് അല്ലെങ്കിൽ ആ ഒരുപാട് സ്ഥലങ്ങളെല്ലാം മരം ഒന്നിച്ചു വാങ്ങണം. അല്ലാതെ അതൊരു ജനലിന് വേണ്ടി മാത്രം പോയാൽ ഒക്കെ ഇതേ രൂപത്തിൽ ചെലവ് പറയും.
കൂടുക. അപ്പൊ അല്ലാതെ അത് ഒന്നിച്ച് വാങ്ങി ഒന്നിച്ച് ഉപയോഗപ്പെടുത്തി റീസൈസ് ചെയ്ത് ഒന്നിച്ച് ഉപയോഗിക്കുന്നത് മാത്രമേ എന്താവുള്ളൂ, അത് ചിലവ് കുറയുള്ളൂ. മറിച്ച് നമ്മൾ ഓരോ പീസ് പോയി വാങ്ങിച്ച് അങ്ങനെ ഉപയോഗിക്കുന്ന അവസ്ഥയാണെങ്കിൽ അത്തരം ഒരു പഴയ മരം കൊണ്ട് നമ്മൾ എടുക്കുന്നതിൽ നമുക്ക് ഈ സാമ്പത്തിക ലാഭമൊന്നുമില്ല. മറിച്ച് ഡോറാണെങ്കിൽ, ഞാൻ ജനലിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഡോറ് ആണ് എന്നുണ്ടെങ്കിൽ ഡോറില് നമ്മൾക്ക് ഒരു ആദായവും സാധാരണ മരത്തിനെ അപേക്ഷിച്ച് മാറ്റിയാൽ ഉണ്ടാവില്ല. കാരണം മരം എന്നുള്ളത് അതിന്റെ വിജാഗിരി, അതിന്റെ വെയിറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റി, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിന്റെ സ്ക്രൂവും മറ്റു വിഷയങ്ങളും ആ ഡോറിന് വെയിറ്റ് ഉണ്ടാവും. അപ്പൊ ഈ ഡോറിന് വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ പരമാവധി മരം ആണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾക്ക് അതിലെന്ത് ചെയ്യാം, നമ്മൾക്ക് അതിന്റെ അപ്പൊ പറയാണ് നമ്മളെ ഇപ്പൊ പെയിന്റ് അടിക്കുന്നില്ല, പോളിഷ് ചെയ്യുന്നില്ല, അതൊക്കെ വെറുതെ. അതൊക്കെ നല്ല നല്ല മരങ്ങള് ഇപ്പോൾ നിലമ്പൂര് ഇഷ്ടംപോലെ മരങ്ങള് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, വെട്ടി വിൽക്കുന്നുണ്ട്. അത് കുബീക്ക് കണക്കിന് ലോഡ് കണക്കിന് ആളുകൾ വാങ്ങി അതൊക്കെ മൊത്തം പോളിഷ് ചെയ്ത് ചെലവാക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട എന്റെ പരിചയത്തിലുള്ള അല്ലെ എന്റെ കസ്റ്റമർമാർ തന്നെ അത്തരത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കറിയാം, അറിയാതെല്ല ഞാൻ സംസാരിക്കുന്നത്. ഇതൊക്കെ 100% അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഏതായാലും അപ്പൊ നമ്മുടെ ചർച്ച എന്തല്ല, നമ്മുടെ ചർച്ച എന്തല്ല തേക്ക് പോളിഷ് ചെയ്യുന്നില്ലോ എന്നുള്ളതല്ല, മറിച്ച് ഇത്തരം ചെയ്യാൻ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മളെ ഒരു കീശയുടെ ഭാഗം കാലിയാവുന്നുണ്ട് എന്ന് ഉണർത്തുക മാത്രമാണ് നമ്മൾ ചെയ്യണത്. അതേപോലെ ഈ ഡോറിന് നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ള് മരം ഉപയോഗിക്കാം. ആ സ്ഥാനത്ത് നമ്മൾ മരമല്ല ഉപയോഗിച്ച് മറിച്ച് സിമെന്റിന്റെ ആണ് അല്ലെങ്കിൽ അതേപോലെ വില കുറഞ്ഞ ഏതെങ്കിലും സംവിധാനമാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ഡബിൾ ഡോർ ആക്കാം. ഏത് ഉള്ളിൽ കൊടുക്കുന്ന ഡോറിനെ ഡബിൾ ഡോർ ആക്കുമ്പോൾ അതിന്റെ വെയിറ്റ് പകുതിയായിട്ട് ചുരുക്കുകയും ഒരു കാലിൽ അല്ലെങ്കിൽ ഒരു വിജാഗിരിയിൽ വരുന്ന വെയിറ്റിന്റെ ലോഡ് കുറയും. ഒന്ന്. ഇനി അതല്ല, അതിന്റെ സെന്റർ നമ്മൾ എന്ത് ചെയ്യുക, ഒറ്റപ്പൊളി തന്നെയാണെങ്കിൽ അതിന് നോവാൻപാൻ വെച്ചിട്ട് ഡോർ കൊടുക്കാം. അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ട സംഭവിച്ചാല് ഈ കട്ടില വാങ്ങുമ്പോ സിമെന്റിന്റെ ഒക്കെ വാങ്ങുമ്പോൾ പ്രത്യേകിച്ച് അതിനുള്ളിൽ കൂടെ സ്ക്രൂ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള മോഡലുകളുണ്ട്. അതായത് ഒരു കാരണവശാലും അതും കൂടി പറഞ്ഞു വരാത്ത രീതിയിൽ. മറ്റങ്ങനെയല്ല, അത് സ്ക്രൂ ജസ്റ്റ് വെറുതെ ഈ സിമെന്റിലേക്ക് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ടാവുള്ളൂ. ഇതല്ലാതെ ഈ കട്ടില വണ്ണം വരെ ഫുൾ നീളത്തില് വലിപ്പമുള്ള നെട്ടും ബോൾട്ടും ഇട്ട് അല്ലെങ്കിൽ സ്ക്രൂ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുന്ന രൂപം ഉണ്ട് സംഭവം. അപ്പൊ ഇങ്ങനെ രൂപത്തിലുള്ള അത്തരം സാധനം തന്നെ സിമെന്റിന്റെ വാങ്ങുകയാണെങ്കിൽ, ജനലാണെങ്കിലും ശരി, ഇനി അതല്ല മറിച്ച് കട്ടിലാണെങ്കിലും ശരി, ഇത്തരം രൂപത്തിലുള്ള സാധനങ്ങൾ വാങ്ങിച്ചാല് ഇതിന് ഫ്രെയിമിന് ഉറപ്പുണ്ടാവും. നമ്മൾ ജനലിന്റെ ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രെയിം അത് ഇളകി പോരില്ല. അതിന് ഒരുപാട് ഗുണങ്ങളാണ് ആ സംഭവം. ആ സ്ഥാനത്ത് ഈ പറഞ്ഞ ജസ്റ്റ് പ്ലഗ് മാത്രം ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഇത് ശരിക്കും വീണ്ടും രണ്ടാമത് നമ്മൾ അതിലേക്ക് ഒന്ന് അടിക്കുക തട്ടൊക്കെ ചെയ്യുമ്പോൾ അതങ്ങ് പെട്ടെന്ന് ഇളകി പോകും. പക്ഷെ മറിച്ച് ഇത്തരത്തിലുള്ളതാണെങ്കിൽ എന്താവില്ല, ഇളകി പോവില്ല. ഈ ഡോറിന് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഈ വിജാഗിരിന്റെ ഫ്രെയിമിലേക്ക് കൊടുക്കുന്ന 4 സംഭവം. അതായത് വാതിലാണെങ്കിൽ വാപ്പാനിന്റെ സെന്ററിലിടുക. ഇതേപോലെ മരം കൊണ്ട് ജനലുണ്ടാക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാന സംഭവം, അതിന് പരമാവധി ഹൈറ്റ് 1.35 ആക്കുക. ഒരു കള്ളിയാണെങ്കിലും 2 കള്ളിയാണെങ്കിലും ഇനി അത് 3 കള്ളിയാണെങ്കിലും എത്രയാണെങ്കിലും സാധാരണ നമ്മൾക്ക് വേണ്ട എല്ലാ സ്ഥലങ്ങളിലും വെക്കുന്ന ഹൈറ്റ് 1.35 ആക്കുക. വീതി 1.5 മീറ്റർ. അതായത് 3 കള്ളിക്ക് 1.5 മീറ്റർ, 2 കള്ളിക്ക് 1 മീറ്റർ, ഒരു കള്ളിക്ക് 50 സെന്റിമീറ്റർ. അതായത് 50 സെന്റിമീറ്ററിന്റെ ഗുണിതങ്ങളായിരിക്കുക ഓരോ കള്ളി കൂട്ടുന്നതിന് അനുസരിച്ച്. അപ്പൊ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ 50 സെന്റിമീറ്റർ 5 അപ്പൊ 5 കള്ളിയാണെങ്കിൽ 2.50 അങ്ങനെ ആ നിലക്ക് ഗുണിതങ്ങളായിരിക്കുക എന്നുണ്ടെങ്കിൽ ഇതിന് ഉപയോഗിക്കുന്ന ഗ്ലാസ്, ഈ ഗ്ലാസ് അളക്കുന്നതിൽ ഒരു സംഭവമുണ്ട്. ഗ്ലാസ് അളക്കുക വെച്ചാല് അതില് അവര് സാധാരണ നല്ലൊരു അളവുകാരനാണെങ്കിൽ അവരെന്ത് ചെയ്യും, ജസ്റ്റ് ഫുള്ള് ഷീറ്റ് എടുത്തിട്ട് ആ ഷീറ്റിനകത്ത് നിന്ന് വേസ്റ്റ് പോണതിന് മാത്രം കണക്ക് കൂട്ടി അതിനവര് കുറച്ചിട്ട് എമൗണ്ട് പറയും. ഒരു 8-4 ഷീറ്റ് ആണെങ്കിൽ ആ ഷീറ്റിൽ നിന്ന് വേസ്റ്റ് കുറച്ച് പോകും, ചിലപ്പോ ടൈമോ. ആ വേസ്റ്റ് പോണതിന് മാത്രം കണക്ക് കൂട്ടിയിട്ട് അവർ പൈസ വാങ്ങുന്ന നല്ല സാലിഹായ അളവുകാരുണ്ട്. അപ്പോ അല്ലാത്ത ആളാണെങ്കിൽ എങ്ങനെയാണ് നമ്മളെ ആ വിഷയത്തിൽ നമ്മൾ ലെവൽ ചെയ്യുന്നതെന്നാണ് പറയാൻ പോണത്. ഈ
നമ്മൾ ഉപയോഗിക്കുന്നത് അതിൽ വരുന്ന ഗ്ലാസ്. ഈ ഗ്ലാസ്സിന് പിന്നെ കണക്ക് കൂട്ട എന്താണ്? ഒരടി വിട്ടാ പിന്നെ 1.5 അടി. കണക്ക് കൂട്ട അങ്ങനെയാണ്. ഒരടി വിട്ടാ പിന്നെ 1.5 അടി, പിന്നെ 2 അടി. അങ്ങനെ ജസ്റ്റ് നമ്മൾ ഒരടിയും 1 ഇഞ്ചും വാങ്ങിയിട്ടുള്ളെങ്കിലും നമ്മൾ അറിയാതെ തന്നെ ഓൻ കണക്ക് കൂട്ടുമ്പോ 5 ഇഞ്ചിന്റെ പൈസ ഓൻ വാങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഒരു ഗ്ലാസിന്റെ നീളത്തില് ഏകദേശം ഈ 5 ഇഞ്ച് എന്ന് പറയുമ്പോൾ ചിലപ്പോ ഒരു 2 സ്ക്വയർ ഫീറ്റ് ഒക്കെ 2-2.5 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഒറ്റ പീസ് തന്നെ അങ്ങ് പോകും. ലെങ്ത് കൂട്ടുമ്പോൾ അതേപോലെ കൂട്ടും. 4 അടി ഉണ്ടാവുള്ളൂ. ഇപ്പൊ 4 അടി 1 ഇഞ്ച് ആയിരിക്കും. മറ്റേ ഈ 4 അടി 1 ഇഞ്ച് മാത്രമല്ല സംഗതി. ഈ ആശാരിമാര് കണക്കറിയുമ്പോൾ 4 അടി 36 ഇഞ്ച് 3 നൂല് എന്നാ പറയാ. ഈ സംഗതി ഇപ്പൊ 3 നൂല് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1/2 ഇഞ്ചാണ്. അപ്പൊ ഈ അത്രയും സംഭവം ഉണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഈ 1/2 ഇഞ്ച് കൊണ്ട് പോണത് 1/2 അടിയുടെ പൈസയാണ്. 1/2 അടി എന്താണ്, ആ നീളത്തിൽ മുഴുവൻ പോവും. കുറച്ചല്ല, വീതി മാത്രമല്ല, നീളത്തിൽ മുഴുവൻ പോവും. അപ്പൊ ആ രീതിയിലാണ് ഇതിന്റെയൊക്കെ കാൽക്കുലേഷൻ. അപ്പൊ ഇങ്ങനെ കാൽക്കുലേഷൻ വരുമ്പോ ഒരു ജനലിന്റെ പീസിൽ തന്നെ ഏകദേശം നിങ്ങൾക്കൊരു 100 രൂപകളൊക്കെ മാറ്റം വരും ഒറ്റ ജനലിന്റെ പീസിൽ. അപ്പൊ ഒരു വീട്ടിൽ ഏകദേശം ഒരു 40-30 പൊളിയൊക്കെ ഉണ്ടാവും. മൊത്തത്തിൽ 30 പൊളിയൊക്കെ സാധാ ചെറിയ വീട്ടിലൊക്കെ ഉണ്ടാവും. 30 പൊളി വ്യത്യാസം വരുമ്പോ ഇത്രയും പൈസ അവിടെ തന്നെ ഒറ്റയടിക്ക് മാറാണ്. പിന്നെ ഇതേപോലെ വേറെ ശ്രദ്ധിക്കേണ്ട സംഭവമാണ് ഇതിന്റെ വിജാഗിരി. നമ്മൾ വാങ്ങണ വിജാഗിരി വരുമ്പോ അത് തന്നെ പൗഡർ കോട്ടിംഗ് ഉണ്ട്, സ്റ്റീലുണ്ട്, മറ്റേ ഈ നിക്കിൾ ചെയ്തിട്ടുണ്ട്, പിന്നെ അല്ലാതെ ബ്രാസിൻ്റെതുണ്ട്. അങ്ങനെ പല രൂപത്തിൽ വാങ്ങാൻ കിട്ടുന്ന പല രൂപത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം സാധനങ്ങളിൽ ഈ നല്ല കമ്പനിയുണ്ട്, മോശം കമ്പനിയുണ്ട്. പ്രത്യേകിച്ച് നോക്കുമ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെങ്കിലും ആ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ത് ചെയ്യണം, വാങ്ങുമ്പോൾ അത് പോകാത്ത സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ട്. അതായത് ജസ്റ്റ് വെറുതെ പുറത്തൂടെ കടന്ന പോളിഷ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് കോട്ടിംഗ് മാത്രം ഉണ്ടാവുന്ന ആ സ്റ്റീലുകളുണ്ട്. ഇനി അതല്ലാതെ മറ്റ് സ്റ്റീലുകളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം, അതിന്റെ നമ്മൾ വാങ്ങുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന ആളോട് അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. അതേപോലെ പൗഡർ കോട്ടിങ്. ഈ പൗഡർ കോട്ടിങ് ആണെങ്കിലും ഈ പൗഡർ കോട്ടിങ് ചെയ്ത സംഭവവും ഇതേ രൂപത്തിലാണ്. അത് നല്ല കോട്ടിങ് ഉള്ളതുകൊണ്ട് അല്ലാത്തതുകൊണ്ട്. അപ്പൊ ഈ നല്ല കോട്ടിങ്ങുകളിൽ തന്നെ വില കുറഞ്ഞ് കിട്ടുന്ന മോഡലും രൂപമൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ആവാം ഒരു നമ്മളെ നേരത്തെ പറയപ്പെട്ട നമ്മുടെ കാർപ്പന്റർ, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പാരിതോഷികം ലഭിക്കുന്ന കടകളിൽ അവരെന്ത് ചെയ്യും, നമ്മുടെ കസ്റ്റമറെ കൂട്ടിക്കൊണ്ട് പോകും, അവരോടുന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, മറ്റൊരതൊക്കെ എടുത്തു കൊടുക്കും. അവസാനം ഇതിന്റെ വില ചോദിക്കില്ല, അവസാനം കണക്ക് കൂട്ടും. എന്താവും, സാധാരണ ഡെയിലി മാർക്കറ്റിൽ അവര് അല്ലെങ്കിൽ വിൽക്കുന്നതിന്റെ 5%-10% ഏറെ ഇതിലിട്ട് കൂട്ടുകയും ആ ഏറെ കൂട്ടുന്ന ഈ തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഉണ്ടാകുക. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു കസ്റ്റമർ ആകുന്ന സമയത്ത് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ നോക്കി അത് മനസ്സിലാക്കി കുറച്ച് നമ്മൾ അതിന് സമയം ചെലവഴിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇതൊക്കെ ചെയ്യാം. കാരണം അല്ലെങ്കിൽ എന്താകും, ഒരു വീടിന്റെ ജനലിന്റെയും മാത്രം അതിന്റെ ഡോറും ലൊക്കൊക്കെ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ എന്താവും, അത് തന്നെ ഒരു 40,000-50,000 ഒക്കെ ഉണ്ടാവും. പാവപ്പെട്ട ചെറിയ വീടുണ്ടാക്കുന്ന ആള് 50,000 റുപ്യന്റെ ഡോറ് സാധനം വാങ്ങുന്ന അവസ്ഥ ഉണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോ, എന്റെ ക്ലാസ് കേൾക്കുന്ന ആള് വാങ്ങുമ്പോൾ അതിനൊരു മാറ്റം വരാനും അതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും. ഫ്രണ്ട് ഡോറിന്റെ ലോക്കൊക്കെ വാങ്ങുന്ന സമയത്ത് അത് നല്ല രസമുള്ള ഭംഗിയുള്ള സാധനം ഒരു 1000 റുപ്യ മുതൽ സ്റ്റാർട്ട് ചെയ്യും. 1000 റുപ്യ മുതൽ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് വാങ്ങാൻ കിട്ടും, മാർക്കറ്റിൽ അവൈലബിലിറ്റി ഉണ്ട്. പക്ഷെ ആ സ്ഥാനത്ത് ചില കടകളിൽ പോയി അതൊന്നും കാണിച്ചിട്ടില്ല. 2500, 2300, 3000, 4000 ഒക്കെ വിലയുള്ള അത് അങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, ഇതിന്റെ കളർ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വലിയ കാര്യമായിട്ട് സംസാരിച്ചിട്ട് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, പടച്ചോനെ ഇതിൽ താണൊന്നും ഉണ്ടാവില്ലേക്കാരം എന്ന് വിചാരിക്കും. മറിച്ച് അങ്ങനെയല്ല. നമ്മളൊക്കെ ബജറ്റിൽ ഒതുങ്ങുന്ന ഒരുപാട് സാധനങ്ങൾ മാർക്കറ്റിൽ കിട്ടാനുണ്ട്. അപ്പൊ അത് കിട്ടാനുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വെറുതെ ചെലവഴിക്കുന്ന ഒരുപാട് സമയങ്ങളിൽ കുറച്ച് സമയം ഇത്തരം ആവശ്യത്തിന് വെറുതെ കയറുക, അന്വേഷിക്കുക, അത്ര കൊണ്ടു. ഇതിനായിട്ട് പോകാൻ പാടില്ല. ഇതിനായിട്ട് പോയാൽ വണ്ടിക്കൂലി നമുക്ക് മുതലാവില്ല. അപ്പൊ അതിന് പകരം മറിച്ച് വെറുതെ നമ്മൾ ചെലവഴിക്കുന്ന സമയം ജസ്റ്റ് ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയ കട എവിടെയാണെന്ന് ചോദിക്കാനും അത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഒരു വലിയൊരു ശതമാനം വരെ ഈ ഡോറിന്റെ ഉപയോഗവും ചെലവും വരുമ്പോൾ വലിയൊരു ശതമാനം വരെ നിങ്ങൾക്ക് ചെലവ് കുറയും. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ജനലിനെ സംബന്ധിച്ചുള്ള ഒരുപാട് വിഷയങ്ങളിലെ സംശയങ്ങൾക്ക് ദൂരീകരണമായി എന്ന് ഞാൻ കരുതുന്നു.
ഏതായാലും നമ്മളെ 6 മണി ആവുന്നു. നമ്മുടെ ബാങ്ക് കൊടുക്കും ഇൻഷാ അല്ലാഹ്. എന്നപ്പോ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്താക്കാം, അടുത്ത ദിവസം നമ്മുടെ ക്ലാസ് വീണ്ടും വേറൊരു ടോപ്പിക്കിൽ ആരംഭിക്കാം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ആമീൻ. സമയം ഉണ്ടെങ്കിൽ സമീർ സാറ്, എനിക്ക് സംശയമല്ല, സാധാരണഗതിയിൽ ഇപ്പൊ നമ്മളൊക്കെ വീടെടുക്കുന്ന സമയത്ത് വീടിന്റെ പുറത്ത് നിന്ന് മഴവെള്ളം പുറത്തേക്ക് വരാനുള്ള ഒരു മാർഗം നമ്മൾ സ്വീകരിക്കാറുണ്ടല്ലോ. എല്ലാ ഭാഗത്തും കുറെ പൈപ്പ് ഇട്ടിട്ടുള്ള ഒരു മാർഗം. ഇപ്പോ എന്റെ അഭിപ്രായത്തില് അതൊരു എത്രത്തോളം വിജയകരമായ മാർഗമാണ് എന്നതിൽ ചെറിയൊരു സംശയമുണ്ട്. കാരണം അതിനേക്കാളും നല്ലൊരു പോളിസി എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ആ വാർപ്പിനെ വാർക്കുന്ന സമയത്ത് ചരിച്ച് ആ വെള്ളം മൊത്തം ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് PVC പൈപ്പിലൂടെ നമ്മളെ പടവിന്റെ കൂടെ തന്നെ ഒരു സംവിധാനം താഴോട്ട് പൈപ്പ് ഇറക്കി അതിലൂടെ ഇറക്കുകയാണെങ്കിൽ നമ്മുടെ വീടിന്റെ ഭംഗി ഒരുപാട് കാലം നിലനിൽക്കാൻ അത് സഹായിക്കൂലേ? ഇപ്പൊ ഞാനൊക്കെ അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണത്. കാരണം വീടിന്റെ മുകളിൽ നിന്ന് വെള്ളം നല്ല മഴ പെയ്താൽ ഹൈ പവറോട് കൂടിയിട്ടാണ് നേരെ നമ്മുടെ മുറ്റത്തേക്ക് വീഴുന്നത്. മുറ്റത്തേക്ക് വീഴുന്നതോ 4 മഴ പെയ്താലും മുറ്റം നല്ല കുഴിയാകും. കുഴി ആയതിന് മാത്രമല്ല, ഈ കുഴിയിലേക്ക് വെള്ളം വീണ് നേരെ ആ വെള്ളം തെറിക്കുന്നത് എങ്ങോട്ടാണ്? ചളിവെള്ളം വീടിന്റെ പൈന്റ് ഭാഗത്തേക്കാണ്, നമ്മുടെ പൈന്റ് അടിക്കുന്ന വീടിന്റെ ചുമരിലേക്കാണ്. അപ്പം മുറ്റവും കേടുവന്ന് പൈന്റും കേടുവന്ന് ഇതിനേക്കാളും നല്ലൊരു മാർഗമല്ലേ സമീർ സാറിന് സമയം ഉണ്ടെങ്കിൽ? അതേ സമയത്ത് നമ്മൾ വീടെടുക്കുന്ന സമയത്ത് ഈ എഞ്ചിനീയർമാര് അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞു തരൂല. നമ്മൾ പറയുന്നത് ഓക്കെ സർ ഓക്കെ സർ ഓക്കെ സർ എന്ന് പറയുക എന്നല്ലാതെ ഇത്തരം കാര്യങ്ങൾ, ഗുണകരമായ ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും എഞ്ചിനീയർമാർ നമുക്ക് പറഞ്ഞു തരാതെ പോകുന്നു എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. സമീർ സാറ് ഫ്രീ ആണെങ്കിൽ പ്രതികരിക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ അത് നമ്മളെ അബൂ ഫൈസ് ഉസ്താദ് ചോദിച്ചിട്ട് നമ്മളൊരു മറുപടി പറയാണ്ട് പോയാൽ നമുക്ക് ഭയങ്കര വിഷമായിരിക്കും. ആ വിഷമം മാറ്റുന്ന ആൾക്കാണ് നമ്മൾ എന്താക്കിയത്, ചാടി ഒരു മൈക്കെടുത്തത്. അപ്പൊ ഏതായാലും അത് നല്ല എഞ്ചിനീയർമാരെ കൂടി ചോദിക്കാനായിട്ടാണ് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടാത്തത്. ഉത്തരം അറിയുന്ന നല്ലോ ഇഷ്ടംപോലെ എഞ്ചിനീയർമാരുണ്ട് നാട്ടില്. നിങ്ങളായിട്ട് അവരോട് ചോദിക്കണം. അപ്പൊ ഓരെന്താക്കും, അതിനുള്ള ഏറ്റവും വലിയ വഴിയും ഏറ്റവും ചെലവ് കുറഞ്ഞ വഴിയും ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞിരും. അപ്പൊ നിങ്ങൾ വെള്ളം വീണ അതൊന്നും നിങ്ങൾ ബേജാറാണ്ട. ഇപ്പൊ അതിനൊക്കെ ആ പൈപ്പ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന രൂപമുണ്ട്. ചുറ്റോടിച്ചും പൈപ്പ് വെച്ചിട്ടുണ്ടാക്കുന്ന രൂപമുണ്ട്. ഒന്ന്. രണ്ടാമത്തെ അതിന് ഷീറ്റ് കൊണ്ട് ചെയ്യുന്ന രൂപമുണ്ട്. മൂന്നാമത്തെ അതിന് കോൺക്രീറ്റ് തന്നെ ഈ സ്ലോപ്പ് പ്രൂഫ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞു നമ്മുടെ ഭംഗിയുടെ ഒരു കുറവ് വരുത്താതെ ജസ്റ്റ് 4 സ്ലോപ്പ് ഒന്നല്ല, പളവ് കൊടുക്കല്ല, മറിച്ച് കോൺക്രീറ്റ് തന്നെ ചെയ്യുന്ന വേറെ രൂപമുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് പല രീതിയിലുള്ള പല ഡിസൈനിങ് രൂപങ്ങളുണ്ട്. അതിനൊക്കെ ചെറിയ സാമ്പത്തികമായിട്ട് വ്യത്യാസം വരും. അലുമിനിയം ഷീറ്റ് കൊണ്ട് അലുമിനിയം അല്ല, ഫൈബർ ചാനൽ കൊണ്ട് ചെയ്യുന്ന, ഫൈബറിന്റെ സാധനം കൊണ്ട് ചെയ്യുന്ന ഒരു പദ്ധതിയുണ്ട്. അതേപോലെ സാധാ ഈ പൈപ്പില്ലേ, സാധാ പൈപ്പ്, നമ്മുടെ വെള്ളം പോകുന്ന വേസ്റ്റ് ഒക്കെ പോകുന്ന പൈപ്പ്, 6 ഇഞ്ചിന്റെ പൈപ്പ്, ആ പൈപ്പ് വെച്ചിട്ട് ചെയ്യുന്ന പദ്ധതിയുണ്ട്. അങ്ങനെ അത് ഒരുപാട് രൂപത്തിൽ അതിന് നമുക്ക് ചെയ്യാം. വെള്ളം നേരത്തെ പോവില്ല, പെയിന്റിങ്ങൾ പോവില്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതിനൊന്നും ബേജാറ് വേണ്ട. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അതല്ലാതെ തന്നെ നേരെ സ്ലോപ്പ് കൊടുത്തിട്ട് നേരെ പൈപ്പ് കൊണ്ടുപോയിട്ട് പൈപ്പിന്റെ ഉള്ളിൽ കൂടെ ഫില്ലർ കെട്ടിയിട്ട് ഫില്ലറിന് നല്ല മോഡലൊക്കെ കൊടുത്തിട്ട് നല്ല രസം ആക്കാവുന്ന രൂപമുണ്ട്. കാരണം വെള്ളം കൊണ്ട് പൈപ്പ് ആരും കാണൂല. ഈ മുകളിൽ വെള്ളം പോവുക, മുകളിലേക്ക് വെള്ളം എടുക്കുക, വയറിങ് കൊണ്ടുപോകുക, അങ്ങനെയൊക്കെ ഈ പൈപ്പിന്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോകും. ഈ ഫില്ലർ കെട്ടി ഫില്ലറിന്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിട്ട് ചെയ്യുന്ന മോഡലുണ്ട്. അങ്ങനെ പല രൂപത്തിലും ചെയ്യാം. നല്ല രസകരമായിട്ട് ചെയ്യാം. വീടൊക്കെ വലിയ കണ്ടാ തോന്നും വലിയ കൊട്ടാരം പോലത്തെ രൂപത്തിൽ കാഴ്ച ഉണ്ടാവുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സംഗതി ഇതിനുള്ളിൽ ചെയ്യണം. കാരണം എന്താണ്, ഇതൊക്കെ കൊണ്ടുപോകാനാണ്, ആരും കാണുമില്ല. അപ്പോ ഇതൊക്കെ ചെറിയ ചെലവ് മാറ്റങ്ങൾ വരും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ അത് നേരത്തെ പറഞ്ഞ സംഭവമാണ്. നേരത്തെ ഞാൻ കഴിഞ്ഞ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ നമ്മൾ പറയാൻ സംഭവമാണ്. ഇപ്പോ ഇതൊക്കെ ഞാൻ ഈ ക്ലാസ്സുകളിൽ നമ്മൾ ഉൾപ്പെടുത്താറുന്നത് എന്താണ്, ഒക്കെ ചെലവ് കൂടിയ വീടിന്റെ ഭാഗമാണ് ഇതൊക്കെ. ഒക്കെ ചെലവ് കൂടൂലേ? അപ്പൊ ഓരോ സ്ക്വയർ ഫീറ്റ് റേറ്റ് കൂടും, വിഷയങ്ങളൊക്കെ കൂടും. അപ്പൊ അത്തരമുള്ള കുറെ ഇടനിലക്കാരായ ആളുകൾക്ക്, അല്ലെങ്കിൽ ഒന്നും കൂടെ അപ്പർ സ്റ്റാർ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന വീട്ടില് അവർ ചെയ്യേണ്ട കുറെ ടെക്നിക്കുകൾ
അപ്പൊ അത്തരം ടെക്നിക്കുകളെ കുറിച്ച് ക്ലാസ് നമ്മൾ ഇൻഷാ 2-3 ക്ലാസ് നമുക്ക് എടുക്കണം എന്ന് ആഗ്രഹം എനിക്കുണ്ട്. അപ്പൊ കാരണം നമ്മൾ അങ്ങനെയുള്ള വീടുണ്ടാക്കണവരെ മോശമാക്കാൻ പാടില്ലല്ലോ. കാരണം ചില കുറഞ്ഞ ആളുകൾ നമ്മൾ ആ ഒരു ചർച്ച ചെയ്യുന്നതല്ല, ഇത്തരം ആളുകൾക്കും മനസ്സിലാക്കുന്ന ആളുണ്ട്. കാരണം അല്ലെങ്കിൽ പടസം എന്താക്കണം, എല്ലാവരും പാവപ്പെടുന്നു, എല്ലാവരും പൈസക്കാരാക്കണം, ആക്കിയിട്ടില്ല. അപ്പൊ എല്ലാവരും ഉള്ള ഭൂമിയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതിന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഇൻഷാ അല്ലാഹ് അതിനൊരു നല്ല വിവരണം നമ്മുടെ ക്ലാസ് ഇൻഷാ അല്ലാഹ് ഉണ്ടാവുമെന്ന് ഓർത്തുന്നു. മൈക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.